വയനാട് ഉരുൾപൊട്ടലിൽ നശിച്ച ചൂരൽമല പാലം പുനർനിർമ്മിക്കാനായി 35 കോടി രൂപ ധനവകുപ്പ് മാറ്റിവെക്കുന്നു. അതിൻ്റെ നിർദ്ദേശം അംഗീകരിച്ചതായി KN ബാലഗോപാൽ അറിയിച്ചു. ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചൂരൽമല ടൗണിൽ നിന്നും മുണ്ടക്കൈ റോഡിലേക്ക് എത്തുന്ന രീതിയിലാണ് ആ പാലം പണിയുക. നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്നും സമഗ്രമായി കൂടുതൽ ഗുണപരമായ രീതിയിൽ കൂടിയാണ് ആ പാലം പണിയുക എന്നതുകൂടിയാണ് ഇപ്പോൾ അറിയാനാകുന്നത്. എന്തായിരുന്നാലും ഇതിൻ്റെ വിവരങ്ങളുമായി ഷീജ ചേരുന്നു. ഷീജ, ഈ 35 കോടി രൂപയുടെ പദ്ധതി നിർദ്ദേശം അംഗീകരിച്ചതായിട്ടാണ് ഇപ്പോൾ സംസ്ഥാന ധനമന്ത്രി അറിയിച്ചിരിക്കുന്നത് അല്ലേ? എന്തൊക്കെയാണ് ഇതിൻ്റെ വിശദാംശങ്ങളായി നൽകാനുള്ളത്? നമുക്കറിയാം, മുണ്ടക്കൈ ചൂരൽമല പാലം അത് തകർന്നത് ബെയിലി പാലം അടക്കം താൽക്കാലികമായി സൈന്യം നിർമ്മിച്ചതടക്കമുള്ള കാര്യങ്ങൾ നമുക്കറിയാവുന്നതാണ്. ആ പാലത്തിൻ്റെ പ്രത്യേകതയും പ്രസക്തിയും ഒക്കെ ആ ഘട്ടത്തിൽ നാം തൊട്ടറിഞ്ഞതാണ്. ഇങ്ങനെയൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ആ പാലം കൂടുതൽ ഗുണപരമായ രീതിയിൽ പണിയുന്നത്. അതിനായുള്ള 35 കോടി രൂപയുടെ പദ്ധതി നിർദ്ദേശമാണ് അംഗീകരിച്ചത്. ഇതാണ് സംസ്ഥാന ധനമന്ത്രി അറിയിച്ചിരിക്കുന്നത്. ചൂരൽമല ടൗണിൽ നിന്നും മുണ്ടക്കൈ റോഡിലേക്ക് എത്തുന്ന രീതിയിലാണ് പാലം പണിയുക എന്നുള്ളതാണ്. ഷീജ വിവരങ്ങളുമായി ചേരുകയാണ്. ഷീജ, എന്തൊക്കെയാണ് സംസ്ഥാന ധനവകുപ്പ് ധനകാര്യമന്ത്രി ഈ കാര്യത്തെ സംബന്ധിച്ച്, പാല നിർമ്മാണത്തെ സംബന്ധിച്ച് അറിയിച്ചത്? തീർച്ചയായും ഷീജയാണ് വിവരങ്ങളുമായി ചേരുന്നത്. ചൂരൽമല പുതിയ പാലം നിർമ്മിക്കാൻ 35 കോടി രൂപയുടെ പദ്ധതിക്ക് അംഗീകാരം ലഭിച്ചിരിക്കുന്നു. സംസ്ഥാന ധനവകുപ്പിൻ്റെ അംഗീകാരത്തെ സംബന്ധിച്ച് ധനകാര്യമന്ത്രി KN ബാലഗോപാലാണ് അറിയിച്ചത്. അത് നേരത്തെ ഉള്ളതിൽ നിന്നും കൂടുതൽ സമഗ്രമായി മുണ്ടക്കൈ ടൗണിനെ കൂടി ബന്ധിപ്പിക്കുന്ന രീതിയിൽ വളരെ വിശാലമായി തന്നെയാണ്, ഉറപ്പോടുകൂടി തന്നെയാണ് ഈ പാലം നിർമ്മിക്കുക. അതിനാണ് 35 കോടിയുടെ ഈ പദ്ധതി. അതിപ്പോൾ ഇത് അംഗീകരിച്ചിരിക്കുന്നു ധനവകുപ്പിൻ്റെ വിവരങ്ങളാണ് ഷീജ നൽകുന്നത്. ഷീജ, എന്തൊക്കെയാണ് ധനകാര്യമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചത് പാല നിർമ്മാണത്തെ സംബന്ധിച്ച്? ഏതായാലും വയനാട് ഉരുൾപൊട്ടലിൽ പൂർണ്ണമായും തകർന്ന ചൂരൽമല പാലം അത് കൂടുതൽ ഉറപ്പോടെ പുനർനിർമ്മിക്കാൻ തന്നെയാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനായി 35 കോടി രൂപയുടെ പദ്ധതി നിർദ്ദേശം അത് അംഗീകരിച്ചു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചിരിക്കുന്നത്. ഇതിൽ ചൂരൽമല ടൗണിൽ നിന്നും മുണ്ടക്കൈ റോഡിലേക്ക് എത്തുന്ന രീതിയിലായിരിക്കും പാലം പണിയുക എന്നുള്ളതാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. മേപ്പാടിയെ മുണ്ടക്കൈ അട്ടമലയുമായി ബന്ധിപ്പിച്ചിരുന്ന പാലമാണ് നിലവിലിപ്പോൾ ഈ പുനർനിർമ്മിക്കാൻ പോകുന്നത്. ഇനിയൊരു അപകടമുണ്ടായാൽ അതിജീവിക്കാൻ ശേഷിയുള്ള വിധത്തിലായിരിക്കും പാലത്തിന്റെ നിർമ്മിതി. ആ രീതിയിലാണ് കാര്യങ്ങൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദുരന്തകാലത്ത് പുഴയിലുണ്ടായ പരമാവധി ഉയർന്ന വെള്ളത്തിന്റെ അളവ് തിട്ടപ്പെടുത്തിക്കൊണ്ട് അതിനേക്കാളും ഉയരത്തിലായിരിക്കും പാലം പണിയുക. മുൻപുണ്ടായിരുന്ന പാലത്തിനേക്കാൾ ഉയരം പുതിയ പാലത്തിന് ഉണ്ടാകും എന്നുള്ള കാര്യവും ധനമന്ത്രി വ്യക്തമാക്കുന്നു. ഏതായാലും ഇതിനു വേണ്ടിയിട്ട് കഴിഞ്ഞ വർഷം ജൂലൈ 30-നാണ് ഉരുൾപൊട്ടലിനെ തുടർന്ന് ഈ മഴവെള്ളപ്പാച്ചിലിൽ പാലം ഒലിച്ചുപോയത്. ഇനി ആ രീതിയിൽ ഏത് തരത്തിലുള്ള അപകടമുണ്ടായാലും അതിനെ അതിജീവിക്കുന്ന തരത്തിലേക്ക് ആ പാലത്തെ നിർമ്മിക്കുക എന്നുള്ള ലക്ഷ്യമിട്ടുകൊണ്ടാണ് സർക്കാർ നിലവിൽ ഏതായാലും ഈ പാലം പുനർനിർമ്മിക്കാനും അതിനുവേണ്ടി ഇപ്പോൾ 35 കോടി രൂപ പദ്ധതിക്ക് അംഗീകാരമായി നൽകിയിരിക്കുന്നത്. ശരി ഷീജ. ഷീജയാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത്.